ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് ബഹ്റൈനിൽ നിന്ന് സൗദിയിലേക്ക് ഇപ്പോൾ ബൈ റോഡ് ട്രാവൽ ചെയ്യാൻ പറ്റും. അത് മുന്നേ ഉണ്ടായിരുന്നില്ല. മുന്നേ ഉംറയും ഹജ്ജും ചെയ്യുന്നവർക്ക് മാത്രമാണ് അങ്ങനെ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സൗദി ടൂറിസ്റ്റ് വിസ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതായത് GCCയിൽ റെസിഡൻ്റ് ആയിട്ടുള്ളവർക്ക് ടൂറിസ്റ്റ് വിസ ആയിട്ട് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു എങ്ങനെയാണ് ഇത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർക്ക് കൂടി ഒരു ഉപകാരമാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാനപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഈ വിസ ടൂറിസ്റ്റ് വിസ നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണിക്കണം. താല്പര്യമുള്ളവർ ഇത് കാണുക. നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാം. നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ വേണം. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രാവൽ ഏജൻസിൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടയ്ക്കുന്നതിൻ്റെ കുറച്ച് എക്സ്ട്രാ എമൗണ്ട് കൂടി വരും. അപ്പോൾ ആ പൈസ നമുക്ക് ലാഭിക്കാം. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ അപ്ലൈ ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറയാം. അപ്പോൾ തന്നെ നമുക്ക് വിസ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. താല്പര്യമുള്ളവർ കാണുക. ആദ്യം ഗൂഗിൾ ക്രോം ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ശേഷം ഇതാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക്. നമുക്ക് ടൂറിസ്റ്റ് ലിങ്ക് ഇത് കോപ്പി അടിക്കുക. അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഈ പേജിലേക്ക് വരും. വരിക. അതിനുശേഷം ഇവിടെ എഗ്രി കൊടുക്കുക. ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യണം ഫസ്റ്റ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം രജിസ്റ്ററിൽ വരിക. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഓക്കെ. അപ്പോൾ അത് ഈ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം നമ്മളിവിടെ കൊടുക്കേണ്ടത്. ശേഷം ഇത് കൊടുക്കുക 075. You must activate the temporary account with ഇത് നമ്മളിനി ജിമെയിലിൽ പോയി വെരിഫൈ ചെയ്യണം. ജിമെയിൽ വിസയുടെ ഫോം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുക ഇമെയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് ഏത് ഇമെയിൽ ID കൊടുക്കുക. അതായത് ഈ ക്യാപ്ചയുടെ ലോഗിൻ ചെയ്യുക. ഞാനിപ്പോൾ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത് സേവ് ചെയ്യേണ്ട ഇവിടെ ഡിവൈസ് ഓൺലി. ശേഷം ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഫുള്ള് വായിച്ചു നോക്കിയതിന് ശേഷം ഇത് ഈ വിസയുടെ പ്രോസസ് ഫീസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ നിബന്ധനകൾ, റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫീസ് വരിക. ഇത് കൂടാതെ മൂന്ന് ഫീസ് എക്സ്ട്രാ കൂടി വരും. അത് ഞാനിത് ലാസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് എഗ്രി ചെയ്യുക. വീണ്ടും ഇത് വായിച്ചു നോക്കേണ്ടവർക്ക് വായിച്ചു നോക്കാം കംപ്ലീറ്റ്ലി. ഇനി വിസ ടൈപ്പ് വരും. വിസ നമുക്ക് എടുക്കേണ്ടത് ടൂറിസ്റ്റ് വിസയാണ്. ഇവിടെ വരിക, ടൂറിസ്റ്റ് വിസ സെലക്ട് ചെയ്യുക. പോർട്ട് ഇത് ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബഹ്റൈനിൽ നിന്ന് ചെയ്യുന്നവർക്ക് ബൈ ലാൻഡും ബൈ എയറും പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സൗദി മിഷൻ ഇൻ വരിക. അതിൽ ഇവിടെ നമ്മുടെ പാസ്പോർട്ടിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതേ സെയിം പേര് തന്നെ ആയിരിക്കണം നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക. ഇത് അറബിക്കിലും നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മാൻഡേറ്ററി ആയിട്ട് കൊടുത്താൽ ഇത് ഇംഗ്ലീഷ് എന്തായാലും കൊടുക്കണം.
അറബിക്ക് വേണമെന്നില്ല, ആവശ്യമുള്ളവർ ഇവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട്. അതിൽ നമ്മൾ ഇപ്പം എൻ്റെ പേര് ഇവിടെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കും. കോപ്പി പേസ്റ്റ് അടിച്ചാലും മതി. അതൊരു സംശയം ഉണ്ടെങ്കിൽ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്യുക, ഫസ്റ്റ് നെയിം ഇവിടെ കൊടുക്കുക, അങ്ങനെ കൊടുത്താൽ അതിൻ്റെ ആവശ്യമില്ല എനിക്ക്, ഞാനത് ചെയ്യുന്നില്ല. ഇനി വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ വേണം. ഇത് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ, കറന്റ് നാഷണാലിറ്റി ഇന്ത്യ, അപ്പോൾ നാഷണാലിറ്റി ഇത് രണ്ടും കൊടുക്കുക. പിന്നെ വരുന്നത് അപ്പോൾ നമ്മളിതിൽ വാലിഡ് റെസിഡൻസ് ഫോർ എ പീരീഡ് ഓഫ് നോൺ ലെസ് ദാൻ 3 months ഇൻ ദ കൺട്രി ഓഫ് കോർപ്പറേഷൻ ഗൾഫ് കൺട്രീസ്. അപ്പോൾ നമ്മൾ ബഹ്റൈനിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന കാരണം നമ്മൾ ബഹ്റൈൻ വിസ വാലിഡ് ആണെന്നുള്ളത് ഇവിടെ കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെസിഡൻസ്, ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിളിൽ വന്നിട്ട് അടിക്കുക. ഇതിൽ റെസിഡൻസി സർവീസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസിഡൻസി സ്റ്റാറ്റസിൽ പോവുക, സ്പെസിഫിക് റെസിഡൻസി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് നമ്പറും CPR നമ്പറും ഇവിടെ കൊടുത്തു കഴിഞ്ഞ് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ താഴെ കാണിക്കും. അപ്പോൾ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ട് നമ്പറും CPR നമ്പറും ഇവിടെ കൊടുക്കുക, സെർച്ച് ചെയ്യാം, ഇവിടെ താഴെ കാണിക്കും. ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കംപ്ലീറ്റ് JPEG ഫോർമാറ്റിലാണ് വേണ്ടത്. അപ്പോൾ ഈ PDF എന്നുള്ളത് നമ്മൾ JPEG ഫോർമാറ്റിലോട്ട് ആക്കണം. അതിനും നിങ്ങൾ ഗൂഗിളിൽ PDF to JPEG കൺവേർട്ട് അടിച്ച് വരിക. ഇത് ഏത് വേണമെങ്കിലും എടുക്കുക, കൺവേർട്ട് ടു PDF ഓൺലൈൻ ഇതിൽ ഇത് കൺവേർട്ട് ചെയ്തെടുക്കുക. ഇതിൽ സെലക്ട് ചെയ്യുക, PDF സെലക്ട് ചെയ്യുക, സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ നമുക്ക് കൺവേർട്ട് ആയിട്ട് JPEG. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വിസ എക്സ്പയറി എല്ലാം നമ്മുടെ റെസിഡൻസ് പെർമിറ്റിലുണ്ടാവും. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്താന്ന് വെച്ചാൽ നിങ്ങളത് കൊടുക്കുക. ജസ്റ്റ് ഞാനൊന്ന് ഫില്ല് ചെയ്യട്ടെ. വിസ എക്സ്പയറി ഡേറ്റ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വേഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇഷ്യൂയിങ് കൺട്രി ബഹ്റൈൻ, ഓക്യുപ്പേഷൻ. ഇപ്പോൾ എൻ്റെ കയ്യിൽ സിസ്റ്റം എന്ന ലിസ്റ്റ് ഒന്നും കൊടുത്തിരിക്കുന്നത്, അത് നമുക്ക് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓക്യുപ്പേഷൻ എന്താണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൽ IT ചെയ്തതിന് ശേഷം നമ്മളിവിടെ അറ്റാച്ച്മെന്റ് ഉണ്ട്, കോപ്പി ഓഫ് പാസ്പോർട്ടും കോപ്പി ഓഫ് റെസിഡൻസ് പെർമിറ്റും. 1 MB കൂടെ ഓക്കെ JPEG ഫോർമാറ്റിലാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ JPEG-ന്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് 1 MB കൂടാൻ പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ അത് ഓൾറെഡി ഇവിടെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിക്കുക, പ്രോപ്പർട്ടീസിൽ ഒന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ഇതിപ്പോൾ എൻ്റെ 327 KB ഉള്ളൂ. അപ്പോൾ അത് ഞാനത് ഓൾറെഡി കൺവേർട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ വരിക, റീസൈസ് വരിക, ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലേക്ക് വേണോ അതിലേക്ക് ഇമേജ് റീസൈസ് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ എൻ്റെത് ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോപ്പി ഓഫ് പാസ്പോർട്ട് കൊടുക്കുക. പാസ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും ഒരുമിച്ച് ഒറ്റ പേജിലായിട്ടുള്ളത് വേണം. അത് 1 MB കൂടാനും പാടില്ല. അപ്പോൾ അത് അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം റെസിഡൻസ് പെർമിറ്റ് JPEG ഫോർമാറ്റിലുള്ളത് അതും സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ താഴെ വന്നതിന് ശേഷം പാസ്പോർട്ട് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് നോർമലാണ്. ഇഷ്യൂയിങ് കൺട്രി ഇതെല്ലാം പാസ്പോർട്ടിലുണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ചെയ്യാൻ രണ്ടാമത് എടുത്തത് ബഹ്റൈനിൽ നിന്ന്. നാട്ടിൽ നിന്ന് എടുക്കുന്നവരുടെ കൊച്ചിയിൽ നിന്നായിരിക്കും, കൊച്ചി അല്ലെങ്കിൽ കോഴിക്കോട് അങ്ങനെ ആയിരിക്കും. നമ്മൾ ഇന്ത്യയിൽ നിന്ന് എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് എടുത്തുകൊണ്ടാണ് ബഹ്റൈനിന് ഞാൻ കൊടുത്തത്. ഇനി ഡേറ്റ് ഓഫ് ഇഷ്യൂ നോക്കുക. ഇനി പ്ലേസ് ഓഫ് ബർത്ത് അതും നമ്മുടെ പാസ്പോർട്ടിലുണ്ടാവും. പാസ്പോർട്ടിലുള്ളത് തന്നെ കറക്റ്റായിട്ട് കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്യുപ്പേഷൻ സെലക്ട് ചെയ്യുക. അത് നമ്മുടെ റെസിഡൻസ് പെർമിറ്റിൽ ഓക്യുപ്പേഷൻ എന്നിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്യുപ്പേഷൻ നമ്മൾ കൊടുത്തു. ഓക്യുപ്പേഷന് ശേഷം ഇവിടെ എനിക്ക് ഓൾറെഡി ഇതിപ്പോൾ നമ്മൾ സൗദിയിലുള്ള ഒരു ഹോം അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഇവിടെ ജസ്റ്റ് ഫില്ല് ചെയ്താൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഒരു അഡ്രസ്സാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് ഇല്ലാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടൽ അഡ്രസ്സ് നോക്കുക. അതിന് മൈ booking.com വരിക. ഇവിടെ booking.com വരിക. സൗദി ഇത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഇവിടെ അഡ്രസ്സ് കിട്ടും. ഏത് നമ്മൾ കൊബാറാണോ അതോ എങ്ങനെയെന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ റിയാദിൻ്റെയാണ്. ഫുൾ ഡീറ്റെയിൽസ് അവരുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് ഇവിടെ കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി അതിനുശേഷം നമ്മൾ പോർട്ട് ഓഫ് എൻട്രി അത് കൊടുക്കാം. നമുക്ക് ബഹ്റൈനിൽ നിന്ന് പോകുന്നവർക്കും എന്തായാലും ബൈ റോഡ് പോകാനായിരിക്കും മെയിൻലി ഇതെടുക്കുക. അപ്പോൾ പോർട്ട് ഓഫ് എൻട്രി എവിടെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജിദ്ദ അങ്ങനെ ഏത് വേണമെങ്കിലും കൊടുക്കുക. ഞാനിപ്പോൾ ദമാമാണ് കൊടുക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് ഞാൻ ഈ നെക്സ്റ്റ് വീക്ക് ആയിട്ടൊക്കെ ഇങ്ങനെ പോകാൻ പ്ലാൻ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൈഡേ ഇപ്പോൾ എന്തായാലും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മൾട്ടിപ്പിൾ എൻട്രി കൊടുക്കുക. വിസ വാലിഡിറ്റി 1 year ആണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് ഡു വാണ്ട് ടു പെർഫോം ഉംറ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉംറയ്ക്ക് പോകാൻ താല്പര്യമുള്ളവർ കൊടുക്കുക, അല്ലാത്തവർക്ക് വേണ്ട. അപ്പോൾ മുസ്ലിംസ് ഒട്ടുമിക്ക ആൾക്കാരും കൊടുക്കുകയായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇവിടെ ഹാവ് യു എവർ ട്രാവൽ ടു അതർ കൺട്രീസ് ഡ്യൂറിങ് ലാസ്റ്റ് 5 years എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 2-3 രാജ്യത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ട് എനിക്കത് ഫില്ല് ചെയ്യണം. അതില്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, നോന്ന് അടിച്ചാൽ മതി. നോന്നടിച്ച് ക്യാപ്ച ഫില്ല് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഫില്ല് ചെയ്യട്ടെ. ഇതാണ് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ. ഇത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. ഇൻഷുറൻസ് ഡ്യൂറേഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് മിക്കവാറും ഞാൻ ഫ്രൈഡേ ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി എൻട്രി എക്സിറ്റ് അല്ല, എൻട്രി ആണ്. അപ്പോൾ എൻട്രി മിക്കവാറും ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് സാറ്റർഡേ കൊടുക്കുന്നത്. ഇനി നമ്മുടെ PO ബോക്സ് നമ്പർ എല്ലാം ഫിൽ ചെയ്ത് കൊടുക്കുക. കൺട്രി കോഡ് കൊടുക്കണമായിരിക്കും നല്ലത്.
താഴെ വരിക. ഇത് ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മുടെ ആർ യു കറന്റ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ റിസീവിംഗ് എമർജൻസി? നോ. ഹാവ് യു ബീൻ ഇൻ ആക്സിഡൻസ് പെർമനന്റ്? നോ. ഡു യു ഹാവ് എനി ഡിസോർഡർ? നോ. സേവ് ചെയ്യാം. ഇവിടെ മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. ഇത് മസ്റ്റായിട്ട് എടുക്കേണ്ടതാണ്. ഇത് എടുക്കാണ്ട് നമുക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് മുൻപ് ഇതിൽ നമുക്കൊരു 4-5 ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ 2 ഓപ്ഷനാണ് എനിക്ക് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ലീസ്റ്റ് എമൗണ്ട് ഏതാണോ അതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ $12.19 വരിക. അപ്പോൾ അത് സെലക്ട് ചെയ്ത് സേവ് കൊടുത്തു. ഓക്കെ, ഇനി ഇത് നമ്മൾ പ്രോസസ്സിങ്ങിനുള്ള ഫീസ് ഫിൽ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അത് ഞാനിത് ഫിൽ ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ പേയ്മെൻ്റ് എല്ലാം ഞാൻ അടച്ചു കഴിഞ്ഞു. ഒരു 4 പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് അടച്ചു കഴിഞ്ഞ അപ്പം തന്നെ നമ്മൾ വിസ ഹാസ് ബീൻ ഇഷ്യൂഡ് സക്സസ്ഫുള്ളി വിത്ത് നമ്പർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ അതായത് നമ്മൾ അടിക്കുന്നതിന് മുൻപ് തന്നെ ആപ്ലിക്കേഷൻ നമ്പർ വിസ പ്രിന്റഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ജിമെയിലിൽ ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. സൗദി ടൂറിസം വിസ. വി ആർ ഗ്ലാഡ് ടു ഇൻഫോം യു ദാറ്റ് യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ അപ്ലോഡ് ആൻഡ് യുവർ ഇ വിസ നമ്പർ ഹാസ് ബീൻ ഇഷ്യൂഡ്. പ്ലീസ് ഫൈൻഡ് ദ അറ്റാച്ച്ഡ് ഇ വിസ റെഡി ടു ബി ഡൗൺലോഡഡ്. അപ്പോൾ ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ യെസ്, ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് പ്രിന്റ് ഔട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിസ പ്രോസസ്സിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രൊസീജിയർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ ഓൾറെഡി ഒരു സൗദിയിൽ പോയി ഒരു ഉംറ ചെയ്തപ്പോൾ നമ്മൾ ഫിംഗർ പ്രിന്റ് ഒക്കെ കൊടുത്തതാണ്. പക്ഷെ ആ വിസ എന്ന് പറയുന്നത് നമ്മൾ ഉംറ വിസയിലാണ് പോയിരുന്നത്. ഇതിപ്പോ നമുക്ക് തന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് വിസയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ സൗദിയിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന കാറിന് ഒരു ഇൻഷുറൻസ് എടുക്കണം. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതെടുക്കുക. ബഹ്റൈൻ എക്സിറ്റ് അടിച്ച് സൗദി എംബസിയിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് രണ്ടാമത് കൊടുക്കണം. അതായത് പോയിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിലും ടൂറിസ്റ്റ് വിസയിൽ അപ്ലൈ ചെയ്യുന്നവർ ഫസ്റ്റ് നമ്മൾ ഫിംഗർ പ്രിന്റ് എടുക്കണം. എടുത്തതിന് ശേഷം നമുക്ക് സൗദിയിലേക്ക് എൻട്രി അവർ തരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സൗദി എംബസിയിൽ പോയിട്ട് തിരിച്ചു വന്ന് പിന്നെ ഫിംഗർ പ്രിന്റ് കൊടുക്കേണ്ട. അപ്പോൾ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പോകുന്ന എംബസിയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫിംഗർ പ്രിന്റ് കൊടുത്തിട്ട് എംബസിയിലോട്ട് പോവുക. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നുണ്ട്. അതുവരെ അസ്സലാമു അലൈക്കും.